ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ, ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ, ഡയറക്ടർ, ആ സ്ഥാനത്തിരിക്കുന്ന ആളെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഒരു പ്രതികരണം? ഈ നിപ്പായുടെ പശ്ചാത്തലം, നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലം, ഷിഗല്ല എല്ലാ ജില്ലകളിലും ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഡെങ്കിപ്പനിയിൽ വർധനവ് കാണുന്നുണ്ട്, എലിപ്പനി വർധനവുണ്ട്, പനി കേസുകൾ കൂടുന്നു. ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ പറഞ്ഞാൽ ഇതിലൊരു സൈക്ലിക് ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ 2013 കഴിഞ്ഞ് 2017 വർധനവുണ്ടായി. 2021 നമ്മൾ ഇതേപോലെ വർധനവ് പ്രതീക്ഷിച്ചു. പക്ഷേ അന്ന് കോവിഡിന്റെ സമയമാണല്ലോ, രണ്ടാം തരംഗമാണ്. പക്ഷേ ആ ഡെങ്കിപ്പനി വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. അപ്പോൾ 2021 കോവിഡ് ആയതുകൊണ്ടായിരിക്കാം വർധനവ് ഉണ്ടാകാതിരുന്നത് എന്നുള്ളത് പ്രതീക്ഷിച്ച് 2022 നമ്മൾ പ്രതീക്ഷിച്ചു. വളരെ ശക്തമായ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന നിലയിലുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷേ ആ വർധനവുണ്ടായില്ല. 2023 അതേപോലെ നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ ഈ മുന്നിൽ കണ്ടുകൊണ്ട് ഇത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു സൈക്ലിക് ഇൻക്രീസ് ഡെങ്കിപ്പനിയിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പകർച്ചവ്യാധികൾ കേരളത്തിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് നേതൃത്വം നൽകുന്ന ഒരു ഉദ്യോഗസ്ഥയെ, ഒരു ഡയറക്ടർ ഹെൽത്ത് സർവീസസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിലെ ഏറ്റവും ഉന്നതയായിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. ഡയറക്ടർക്ക് മുകളിൽ പിന്നെ വരുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. അപ്പോൾ ഡയറക്ടറെ മാറ്റുക എന്നുള്ളത് വാസ്തവത്തിൽ ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ടീം വർക്കിന്റെ ഭാഗമാണ്. ഇപ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറത്ത് ഒക്കെ നിപ്പ ഉണ്ടാകുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ടീമാണ്. അവിടെ ഒരു ടീമിന്റെ സ്പിരിറ്റ് ഭയങ്കര, കാരണം ഫീൽഡിലേക്കൊക്കെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് അവർ പോകുന്നു, നടപടികൾ സ്വീകരിക്കുന്നു. എത്ര വീടുകളാണ് ഒരു ദിവസം കവർ ചെയ്യുന്നത്? അത്തരത്തിലൊരു ടീം വർക്കിന്റെ ഭാഗമാണ്. അതുപോലെ ഈ നയങ്ങളും ഗൈഡ് ലൈനും പ്രോട്ടോക്കോളും ഒക്കെ രൂപീകരിച്ചത് ഡോക്ടേഴ്സിന്റെ നല്ല കൃത്യമായ അവരുടെ അക്കാഡമിക് ബ്രില്യൻസിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വായന, അവരുടെ വീക്ഷണങ്ങൾ, അവരുടെ അനുഭവ പരിചയം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശാസ്ത്രീയ അടിത്തറയിലാണ് ഇതൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന, അപ്പോൾ ഈ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം 2023 നമുക്കിപ്പോൾ നമ്മൾ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ, അപ്പോൾ ആദ്യത്തെ ഔട്ട് ബ്രേക്കിന് ശേഷം രണ്ടാമത്തെ ഔട്ട് ബ്രേക്ക് നമുക്ക് ഉണ്ടാകുന്നത് 2023 അന്ന് ഡയറക്ടറായിരുന്നു ഡോക്ടർ റീന. അപ്പോൾ അതിനു മുൻപ് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ അന്ന് കോടതി പറഞ്ഞ ഒരു കാര്യം, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഡയറക്ടറെ നിയമിക്കാൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ എന്നാണ് ഞാൻ ഓർക്കുന്നത്, IAS ഓഫീസേഴ്സിന്റെ ഒരു പാനൽ മാർക്ക് ഇടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടറെ നിയമിക്കുന്നത്. അങ്ങനെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അതിൽ 1, 2, 3, 4 റാങ്ക് ആർക്കാണ് വന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ നിയമിക്കപ്പെടുന്നത്. അങ്ങനെ നിയമിക്കപ്പെട്ട ഡയറക്ടറാണ്. ആ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ, റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ഡയറക്ടറാണ്. അപ്പോൾ അതിൽ ആ ഡയറക്ടറെ പ്രത്യേകിച്ചും പകർച്ചവ്യാധികളുടെ, നിപ്പയുടെയും ഷിഗല്ല കേസിൽ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്നുള്ള നിലയിലാണ്. കാരണം എല്ലാ ജില്ലകളിലും ഷിഗല്ല കേസുകളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മാറ്റി എന്നുള്ളത് തീർത്തും അനുചിതമായിട്ടുള്ള നടപടിയാണ്, തെറ്റായിട്ടുള്ള നടപടിയാണ്. അത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യത്തെ തകർക്കുന്ന നടപടിയാണ്. അതിലും ഗുരുതരമായിട്ടുള്ള കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ തെറ്റാണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ വരുന്നത്. അതായത് 2 കാര്യങ്ങളാണ് ആ ഉത്തരവിൽ പറയുന്നത്. ഒന്ന്, ഇവർ 2 ആഴ്ചയോളം ലീവ് അവധി ചോദിച്ചിരിക്കുന്നു, അതിപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് സർക്കാർ ഡോക്ടർമാർ അവിടേക്ക് നിയോഗിക്കേണ്ട എന്നൊരു കാര്യം കൂടി ഡയറക്ടർ സൂചിപ്പിച്ചിരിക്കുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 2 കാര്യങ്ങൾ അതിൽ വകുപ്പ് മന്ത്രിക്ക് തന്നെ എതിർപ്പുണ്ട് എന്നുള്ളതാണ്. ഈ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഈ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടും വിശ്വാസയോഗ്യമല്ലായിരുന്നു. കാരണം മകളുടെ വിവാഹത്തിന് പോലും അധികം ലീവ് എടുക്കാതെ, മകന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ പോലും ഇത് ലീവ് എടുക്കാതെ, അത്രയും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ലീവ് എടുക്കാതെ മാറി നിന്ന് ജോലി ചെയ്യുന്ന, ജോലിയോട് ആത്മാർത്ഥത, ഭരിക്കുന്നതാരാണെങ്കിലും ജോലിയോട് വളരെ ആത്മാർത്ഥതയുള്ള, ഞാൻ പറഞ്ഞില്ല, മെറിറ്റ് അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ്. റാങ്ക് നിശ്ചയിച്ച്, മാർക്കിട്ട് റാങ്ക് നിശ്ചയിച്ച് 1ാം റാങ്കിൽ വന്നിട്ടുള്ള ഒരു ആളാണ് ഡോക്ടർ റീന. അപ്പോൾ അങ്ങനെയാണ് ആ ഡോക്ടർ റീനയെ ഡയറക്ടറായിട്ട് നിയോഗിച്ചത്. അതും കോടതി വിധിയുടെ, നേരത്തെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കോടതി വിധിയാണ്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മളത് മാനദണ്ഡം നിശ്ചയിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് ഒട്ടും വിശ്വാസയോഗ്യമല്ലായിരുന്നു. 15 ദിവസം ഈ ഘട്ടത്തിൽ ഒരിക്കലും ഡോക്ടർ റീന ലീവ് എടുക്കത്തില്ല. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ മനസ്സിലാവുന്നു, വാർത്തകളിലും വരുന്നുണ്ടല്ലോ, 15 ദിവസം ലീവ് എടുത്തിട്ടില്ല, 2.5 ദിവസം
ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് 2.5 ദിവസം പറഞ്ഞ അനുവാദത്തോട് കൂടിയിട്ടുള്ള ലീവാണ്. 15 ദിവസത്തെ ലീവ് എടുത്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തിന് 15 ദിവസം ലീവ് എടുത്തു എന്ന് പറഞ്ഞു? എന്തിന് തെറ്റായിട്ടുള്ള കാര്യം ആ ഒരു ഉത്തരവിൽ കോട്ട് ചെയ്തു? എന്തുകൊണ്ട്? അപ്പോൾ അത് അത് രണ്ടാമത് പറഞ്ഞ കാര്യം എനിക്ക് അറിവുള്ള കാര്യമല്ല, എന്താണെന്നുള്ളത് സംബന്ധിച്ച്. ആദ്യത്തെ കാര്യം സംബന്ധിച്ചാണ് ഡോക്ടർ റീനയെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുന്നത് കൊണ്ട്, ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ഒരിക്കലും ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ 15 ദിവസം ലീവ് എടുത്ത് പോകുന്ന ഒരാളല്ല ഡോക്ടർ റീന. വ്യക്തിപരമായ ആവശ്യങ്ങളിൽ പോലും അങ്ങനെ ലീവ് എടുക്കുന്ന ആളല്ല. അതുകൊണ്ട് അത് പക്ഷേ ഇപ്പോൾ തെറ്റാണ് എന്നുള്ളത് തെളിഞ്ഞല്ലോ. അത് 2.5 ദിവസത്തെ ലീവ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ കാണിച്ച് അങ്ങനെ ഒരു ഉത്തരവിറക്കേണ്ട ആവശ്യം ആരുടേതാണ്? അങ്ങനെ ഒരു ഉത്തരവിറക്കിയത് എന്തിനാണ്? ഇപ്പോൾ അത് ആവട്ടെ, പക്ഷേ ഒരു പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ നിപ്പ ഉൾപ്പെടെയുള്ളവ, ഇപ്പം നിപ്പയുടെ ആ ഒരു നമുക്കൊരു പീരീഡ് ഉണ്ടല്ലോ. അപ്പോൾ രോഗി ഇപ്പം നെഗറ്റീവായി കഴിഞ്ഞ് 2 പ്രാവശ്യം നെഗറ്റീവായി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് വരുന്നൊരു അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരൊക്കെ അവർ കോൺടാക്റ്റിൽ നിന്ന്, ക്വാറന്റൈനിൽ നിന്ന് അല്ലെങ്കിൽ ഐസൊലേഷനിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് നമ്മൾ സാധാരണ നമ്മുടെ കൺട്രോൾ റൂം, നമ്മൾ അവിടെ കൺട്രോൾ റൂം രൂപീകരിക്കും. ആ കൺട്രോൾ റൂമിൽ 18-20 കമ്മിറ്റികൾ ഉണ്ടാകും. ആ കമ്മിറ്റികൾക്കെല്ലാം ഓരോ ചുമതലയുണ്ട്. ഒരു കമ്മിറ്റി കോൺടാക്ട് ട്രേസ് ചെയ്യും, ഒരു കമ്മിറ്റി ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇപ്പോൾ കോൺടാക്റ്റിൽ ഹൈ റിസ്ക് ഉണ്ട്, ലോ റിസ്ക് ഉണ്ട്, ഹൈ റിസ്കിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ അതിൽ ഉണ്ടാകും, മറ്റാളുകൾ, കുടുംബാംഗങ്ങളുണ്ടാകും, സുഹൃത്തുക്കളുണ്ടാകും, ബന്ധുക്കളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ഇപ്പോൾ പനിയാണെന്ന് വിചാരിക്കുക ഹൈ റിസ്കിലുള്ള ഒരാൾക്ക്, അപ്പോൾ നമുക്കത് നിപ്പയാണോ അല്ലയോ, ഇപ്പോൾ ആവില്ല, എന്നാലും ഇപ്പോഴത്തെ പനി സീസൺ അല്ലേ, അപ്പോൾ പനി വന്നാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അത് പ്രോട്ടോക്കോളാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കേസുകളിൽ ഒന്നും ഇപ്പോൾ 2023 മാത്രമാണ് നമുക്ക് അല്ലാതെ കേസുകൾ വന്നത്. ബാക്കിയുള്ളിടത്തും സാധാരണ പനികൾ മാത്രമായിരുന്നു കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ, ആംബുലൻസ് സൗകര്യം ഒരുക്കുക, ഒരിടത്ത് കൗൺസിലിംഗ് നടത്തുക, ഒരിടത്ത് എന്താണ് നമ്മളുടെ ഈ ലോജിസ്റ്റിക്സ് ആണ്, അതായത് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത്, മരുന്നുൾപ്പെടെയുള്ളവ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളത് ഒരു ടീമിൻ്റേതാണ്. ഒരു ടീം നമ്മുടെ IP ഫെസിലിറ്റീസ് ഉൾപ്പെടെ കിടക്കകൾ വേർതിരിച്ചിട്ടുണ്ടോ, ആവശ്യം ഇത്രയും നമ്പർ, നമ്മൾ പ്രോജക്റ്റ് ഇത്രയും നമ്പർ വരുവാണെങ്കിൽ, കാരണം ഈ കോൺടാക്ട് എങ്ങനെയാണ് ഈ രോഗവ്യാപനം നടക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി സമൂഹത്തിൽ ഇടപെട്ടിട്ടുണ്ടോ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ബെഡ് നമുക്ക് വേർതിരിക്കേണ്ടത് വരും. അങ്ങനെ ഓരോ ആവശ്യങ്ങളുടെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്റർ ഡിസിപ്ലിനറി കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കമ്മിറ്റികളുണ്ട്. കാരണം ഈ ഭാഗത്ത് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളുണ്ടോ, മൃഗങ്ങളുടെ ജന്തുക്കൾ, ഇപ്പോൾ വൈൽഡ് ബോർ, കാട്ടുപന്നികൾ ചത്ത് കിടപ്പുണ്ടോ, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മാത്രമല്ല രോഗം കണ്ടുപിടിക്കുന്ന തൊട്ടു മുമ്പ് ഇങ്ങനെയുള്ള മൃഗങ്ങൾ എന്തെങ്കിലും ചാവുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അവയുടെ സാമ്പിളുകൾ എടുക്കുക. ഇത് പൂനെയിലേക്ക് അവർക്കും ഭോപ്പാലിലേക്ക് അയച്ചിട്ട് അവിടെ പരിശോധിക്കുക. ഇങ്ങനെയുള്ള കുറേ നടപടികളുണ്ട്. അതോടൊപ്പം തന്നെ സർവൈലൻസ് ഉണ്ട്. അതായത് ആ പ്രദേശത്ത് ഇതാണോ പ്രൈമറി കേസ്, ഇതാണോ ഇൻഡെക്സ് കേസ്, അതോ ഇതൊരു സെക്കൻഡറി കേസ് ആണോ? അതായത് പ്രൈമറി കേസ് എന്ന് വെച്ചാൽ ആദ്യത്തെ, ഇൻഡെക്സ് കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസ്. അപ്പോൾ അത് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ ആ പ്രദേശത്ത് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പങ്കെടുത്തിട്ടുള്ള ഇടങ്ങളിൽ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കും. അങ്ങനെയുള്ള എവിടെയെങ്കിലും രോഗമുള്ള വ്യക്തിയുമായിട്ട് വന്നിട്ടുണ്ടോ, ബന്ധുക്കളിൽ ആർക്കെങ്കിലും, കുടുംബങ്ങളിൽ ആർക്കെങ്കിലും, സുഹൃത്തുക്കളിൽ ഇതെല്ലാം നോക്കും. അപ്പോൾ അതിനൊരു കമ്മിറ്റി ഉണ്ടാകും. അങ്ങനെ വാസ്തവത്തിൽ ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അതോടൊപ്പം തന്നെ NIV പൂനെയിൽ നിന്ന് ബാറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധർ, അവർ ഒരു നിപ്പയുടെ ഔട്ട്ബ്രേക്കിലോ നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, വർഷം മുഴുവൻ നമുക്കൊപ്പം നിന്നുകൊണ്ട് ഈ പഠനങ്ങൾ നടത്താം. അവർ സാമ്പിളുകൾ എടുക്കും. കോഴിക്കോടും മലപ്പുറവും വയനാടും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വവ്വാലുകളുടെ സ്രവങ്ങളിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ കോഴിക്കോടും മലപ്പുറത്തും എറണാകുളം ജില്ലയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പഠനങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ട് ഇതിൻ്റെ പേപ്പറുകൾ NIV കേരള ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നടത്തിയ പഠനങ്ങളുടെ പേപ്പറുകൾ NIV പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു ടീം വർക്കാണ്.